ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ക്ലാസ് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ചാർലി ചാപ്ലിൻ്റെ ഒരു ബയോഗ്രഫി ആയിരുന്നു. പേരെന്തായിരുന്നു? സബ്സെ ബഡ ഷോമാൻ. ഇത് എഴുതിയത് ആരായിരുന്നു? ലേഖക ആരായിരുന്നു? ഗീത് ചതുർവേദി. അപ്പോൾ ഇത് ആരെ പറ്റിയുള്ള ബയോഗ്രഫി ആയിരുന്നു? ചാർലി ചാപ്ലിനെ പറ്റിയുള്ളതല്ലേ? ബയോഗ്രഫിക്ക് എന്തായിരുന്നു നമ്മൾ ഹിന്ദിയിൽ പറയുന്നത്? ജീവനി. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ്സെ ബഡേ ഷോമാൻ എന്ന ജീവനിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ചാർലി ചാപ്ലിൻ്റെ കുട്ടിക്കാലത്തെ പറ്റിയാണ് അതിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ചാർലി ചാപ്ലിൻ്റെ കുട്ടിക്കാലത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? വളരെ കഷ്ടപ്പാട് നിറഞ്ഞൊരു കുട്ടിക്കാലമായിരുന്നു. അമ്മയും അച്ഛനും വേർപെട്ട് ജീവിക്കുകയായിരുന്നു. അമ്മയ്ക്ക് എന്തായിരുന്നു ജോലി? ചാർലിക്ക് മാ ഏക്ക് തിയേറ്റർ മേ ഗീത് ഗാ രഹി തി. ചാർലിയുടെ അമ്മ ഒരു തിയേറ്ററിൽ പാട്ട് പാടുന്ന ആളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? അചാനക് ഉസ്കാ ഗല ഖരാബ് ഹോ ഗയ. പെട്ടെന്ന് അമ്മയുടെ ശബ്ദം അമ്മയ്ക്ക് നഷ്ടമായി. ശബ്ദം പതറിപ്പോയി സ്റ്റേജിൽ പാടിക്കൊണ്ടിരുന്നപ്പോഴല്ലേ? ഉസ്കി ആവാസ് ഫട്ട് ഗയി. അമ്മയുടെ ശബ്ദം പതറിപ്പോയി. അങ്ങനെ അമ്മയുടെ ശബ്ദം നഷ്ടപ്പെട്ട് സ്റ്റേജിൽ അമ്മ നിൽക്കുമ്പോൾ ആളുകൾ എന്താണ് ചെയ്തത്? ലോക് ചില്ലാനെ ലഗെ. അവിടെ ഉണ്ടായിരുന്ന കാണികൾ ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ആളുകളുടെ ഈ ബഹളം കാരണം അമ്മയ്ക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? അന്തുമേ ചാർലിക്ക് മാക്കോ സ്റ്റേജ് ചോഡ്ന പട. അവസാനം ചാർലിയുടെ അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അപ്പോൾ പിന്നീട് എന്താ സംഭവിച്ചത്? അപ്പോൾ ആളുകൾ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? മാനേജറിന് എങ്ങനെയെങ്കിലും പരിപാടി മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പോൾ മാനേജർ എന്തു പറഞ്ഞു? എങ്ങനെയെങ്കിലും ചാർലിയെ സ്റ്റേജിൽ കയറ്റണമെന്ന് അമ്മയോട് നിർബന്ധം പിടിച്ചു. എന്താ കാരണം? ക്യൂങ്കി മാനേജറിനെ ചാർലി കാ അഭിനയ ദേഖാത്ത. ചാർലിയുടെ അഭിനയം മാനേജർ നേരത്തെ കണ്ടിട്ടുണ്ട്. ചാർലിയുടെ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊക്കെ ചാർലി പ്രകടനം നടത്തുന്നത് മാനേജർ നേരത്തെ കണ്ടിട്ടുള്ളതുകൊണ്ട് ചാർലിയെ സ്റ്റേജിൽ കയറ്റണമെന്ന് ചാർലിയുടെ അമ്മയോട് മാനേജർ നിർബന്ധം പിടിച്ചു. അങ്ങനെ ചാർലി സ്റ്റേജിൽ പോകേണ്ടി വന്നു. സ്റ്റേജിലെത്തിയ ചാർലി എന്താണ് ചെയ്തത്? സ്റ്റേജ് പർ ചാർലിനെ പ്രസിദ്ധ ഗീത് ജാക്ക് ജോൺസ് ഗാന ശുരു കിയ. ആ സമയത്ത് പ്രശസ്തമായിട്ടുള്ളൊരു ഗാനമായിരുന്നു ജാക്ക് ജോൺസ്. അത് പാടാൻ തുടങ്ങി. അതിനുശേഷം എന്ത് സംഭവിച്ചു? ചാർലിയുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ? അപ്പം സ്റ്റേജ് പർ പേസോങ്കി വർഷ ശുരു ഹോഗി. സ്റ്റേജിലേക്ക് പൈസയുടെ മഴ പെയ്യാൻ തുടങ്ങി. ആളുകൾ പണം വാരി എറിയാൻ തുടങ്ങി. അപ്പം ബഹളം വെച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു അല്ലേ? ചാർലിയുടെ പാട്ട് കേട്ടപ്പോൾ അവർ പണം വാരി എറിയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ചാർലി എന്താണ് ചെയ്തത്? ചാർലിനെ ഗാന രോക് ദിയ. ചാർലി പാട്ട് പാടിക്കൊണ്ടിരുന്നത് അങ്ങ് നിർത്തി. ഓർ ഘോഷണ കീ പെഹലെ മേ യേ പേസ ബഠൂരുങ്ക ഓർ ഉസ്കെ ബാദ് ഹി ഗാവുങ്ക. ആദ്യം ഞാൻ ഈ പണമെല്ലാം വാരി ശേഖരിച്ച് വെക്കട്ടെ, അതിനുശേഷമേ ഞാൻ പാട്ട് പാടുകയുള്ളൂ എന്ന് ചാർലി പറഞ്ഞു. എന്നിട്ട് ചാർലി ഇങ്ങനെ ചെയ്തപ്പോൾ എന്താണ് അവിടെ കണ്ടിരുന്ന ആളുകളെല്ലാം കൂട്ടമായിട്ട് ചിരിക്കാൻ തുടങ്ങി അല്ലേ? അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്തോ? ഫസ്റ്റ് ആക്ടിവിറ്റി ഇതായിരുന്നു. ഇസ് ബാത്നെ ഹാൽക്കോ ഹസീദാർ മേ തബ്ദീൽ കർ ദിയ ക്യോ. അപ്പോൾ ഈ കാര്യം കണ്ടപ്പോൾ ആ ഹാളിലിരുന്നവരെല്ലാം എന്താണ് ചിരിക്കാൻ തുടങ്ങി. ഇതിന് കാരണം എന്തായിരിക്കും എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം അതിൻ്റെ ഒരു ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. चार्ली स्टेज पर अच्छा प्रदर्शन करने लगा. स्टेज पर पैसों की वर्षा होने लगी. അപ്പോൾ ചാർലി സ്റ്റേജിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു. അപ്പോൾ സ്റ്റേജിലേക്ക് പൈസയുടെ മഴ പെയ്യാൻ തുടങ്ങി. तब चार्ली ने गाना छोड़कर कहा कि पहले पैसे बटोर कर बाद में गाऊंगा. അപ്പോൾ ചാർലി പാട്ട് നിർത്തിയിട്ട് പറഞ്ഞു, ആദ്യം ഞാൻ പണം ശേഖരിക്കട്ടെ, അതിനുശേഷം ഞാൻ പാടാം എന്ന് പറഞ്ഞു. बात ने हाल को हंसी घर में बदल दिया. ഈ കാര്യമാണ് ആ ഹാളിലിരുന്നവരെ ചിരിപ്പിക്കാൻ ഇടയാക്കിയത്. क्योंकि तब तक चार्ली दर्शकों का प्यारा हो गया था. കാരണം അപ്പോഴേക്കും ചാർലി കാണികളുടെ പ്രിയപ്പെട്ടവനായി കഴിഞ്ഞിരുന്നു. ചാർലിയുടെ പ്രകടനം അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. वो जो भी करता सब मजेदार बन गया था. ചാർലി ചെയ്യുന്നത് എന്തും ആളുകളെ രസിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് അത് രസമുള്ളതായിട്ട് തോന്നി.
ഇതിന് ശേഷം എന്തായിരുന്നു സംഭവിച്ചത്? മാനേജർ വന്നല്ലേ. മാനേജർ ഒരു ടവലുമായിട്ട് വന്നിട്ട് ആ പൈസയെല്ലാം വാരിയെടുക്കാൻ തുടങ്ങി. തബ് മാനേജർ ഏക് റുമാൽ ലേക്കർ ആയ ഓർ പേസെ ബട്ടോർനെ ലഗ. അപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്? ചാർലിക്കോ ലഗാക്കി മാനേജർ കുത് പേസെ രഖ് ലേന ചാഹത്താ ഹെ. അപ്പം മാനേജർ സ്വന്തമായിട്ട് ആ പണം മൊത്തം എടുക്കാൻ ശ്രമിക്കുകയാണെന്ന് ചാർലി കരുതി അല്ലേ. അപ്പം ചാർലി എന്താണ് ഈ മാനേജർ എല്ലാം സ്വന്തമായിട്ട് എടുക്കുമെന്ന് പറഞ്ഞ് മാനേജർ പോയ പുറകെ സ്റ്റേജ് വിട്ടുപോയല്ലേ. ഇതെല്ലാം അവിടെ കണ്ടുകൊണ്ടിരുന്ന ആളുകളിൽ ചിരി പടർത്തി. അതിനുശേഷം എപ്പോഴാണ് ചാർലി സ്റ്റേജിലേക്ക് തിരിച്ചു വന്നത്? മാനേജറിനെ പേസ ചാർലിക്ക് മാക്കോ ദേ ദിയ. മാനേജർ ചാർലിയുടെ അമ്മയുടെ കയ്യിൽ ആ പണം കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് വന്നതല്ലേ. ഉസ്കെ ബാദ് ഹി ചാർലി സ്റ്റേജ് പർ ലോട്ടായ. ആ അമ്മയുടെ കയ്യിൽ പണം കൊടുത്തു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് ചാർലി സ്റ്റേജിലേക്ക് തിരികെ എത്തിയത്. അപ്പോൾ നമ്മൾ ചാർലിയുടെ എന്തൊക്കെ ഗുണങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? കലാപ്രദർശൻ കർണേക്ക് ഉസ്കി അപൂർവ ക്ഷമത. അപ്പം ആ കലാപ്രകടനം നടത്തുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അല്ലേ. ഉസ്ക ആത്മവിശ്വാസ്. അതുപോലെ എന്താ, കൊച്ചുകുട്ടിയായിട്ടും ആ സ്റ്റേജിൽ പോയി ആളുകളെ പാട്ടുപാടാൻ ഉള്ള ആ ഒരു ഇത് ആത്മവിശ്വാസം, അവന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഉസ്ക ഉത്തരദായിത്വം. അവൻ്റെ ആ പൈസ മാനേജർ എടുത്തുകൊണ്ട് പോയപ്പോൾ അത് തൻ്റെ അമ്മയെ മാനേജർ ഏൽപ്പിച്ചു. ആ പണം തനിക്ക് വേണം, പണം അത്യാവശ്യമാണ്. ആ ഉത്തരവാദിത്വ ചിന്ത ഉള്ള ചാർലിയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അന്ന് കാണപ്പെട്ട ഈ സവിശേഷതകളൊക്കെ തന്നെയല്ലേ പിൽക്കാലത്ത് അവനെ ലോകപ്രശസ്തനായ ഒരു കലാകാരനാക്കി മാറ്റിയത്. बच्चों, अब हम आगे का पाठ भाग देख ले। चार्ली ने जनता में गुदगुदी फैला दी थी। उसके बाद അപ്പോൾ ചാർലി എന്താണ്, ആളുകളിൽ ആഹ്ലാദം നിറച്ചു. ചാർലിയുടെ പ്രകടനം കണ്ട് ആളുകൾ ആഹ്ലാദിച്ചു. ഗുദ്ഗുദി എന്ന് പറഞ്ഞാൽ ആഹ്ലാദം എന്നുള്ള അർത്ഥമാണ്. उसके बाद उसने दर्शकों से बातचीत की। അതിനുശേഷം എന്താണ് ചാർലി ചെയ്തത്? ചാർലി കാണികളോട് സംസാരിച്ചു. ബാത്ചീത്ത് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നുള്ള അർത്ഥമാണ്. സംസാരിച്ചു. പിന്നെന്ത് ചെയ്തു? നൃത്തിക്കുക, ഡാൻസ് ചെയ്തു. നൃത്തം എന്ന് പറഞ്ഞാൽ ഡാൻസ്, നൃത്തം ചെയ്തു. अपनी माँ सहित कई गायकों की नकल उतारी. പിന്നെന്താണ് ചെയ്തത്? ചാർലിയുടെ അമ്മ ഉൾപ്പെടെ അവിടെയുള്ള മറ്റു ചില ഗായകരെയും കൂടി ഇമിറ്റേറ്റ് ചെയ്തു. നക്കൽ ഉദാരി എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അനുകരിക്കുക. അപ്പം അമ്മയും മറ്റ് ഗായകരെയൊക്കെ അനുകരിച്ച് കാണിക്കുകയും ചെയ്തു കാണികളോട്. അപ്പോൾ ചാർലി എന്തൊക്കെ ചെയ്തു? ചാർലി അവിടെ ഇരുന്ന ആളുകളെ സന്തോഷവാന്മാരാക്കി. അതുപോലെ അതായത് അവിടെ ഉള്ള കാണികളുടെ മനസ്സ് ചാർലി കീഴടക്കി. എന്നിട്ട് അവരോട് സംസാരിക്കുകയുണ്ടായി. അവരെ ഡാൻസ് കളിച്ച് കാണിച്ചു. അതുപോലെ തന്നെ അനുകരണവും നടത്തി. ആരുടെ അനുകരണമാണ്? അമ്മയും അതുപോലെ മറ്റ് ഗായകരെയൊക്കെ അനുകരിച്ച് കാണിച്ചു. കുട്ടികളെ, ഇവിടെ എങ്ങനെയാണ് ഒരു 5 വയസ്സുകാരൻ കാണികളുടെ മനസ്സ് കീഴടക്കിയതെന്ന് നോക്കാം. यहाँ चार्ली ने जनता पर क्या प्रभाव डाला था, इसके बारे में यहाँ क्या कहा गया है? ചാർലി എന്തൊക്കെ ചെയ്തെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? चार्ली ने जनता में गुदगुदी फैला दी थी. यहाँ गुदगुदी का क्या मतलब है? ഗുദ്ഗുദി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആഹ്ലാദം എന്നാണ്. गुदी, पुलक, उल्लास, आह्लादम, जॉय. चार्ली के प्रदर्शन ने जनता को कैसे आह्लादित कर दिया? ഒരു കലാകാരൻ തങ്ങളുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന ആളാണെന്ന് കാണികൾക്ക് തോന്നണം. ഈ കഴിവ് നൈസർഗികമായി തന്നെ ചാർലിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് തുടർന്നുള്ള സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. तो हम चार्ली क्या क्या करने लगा? उसने दर्शकों से बातचीत की, नृत्य किया. ചാർലി എന്തൊക്കെയാണ് ആളുകളുടെ മനസ്സ് കീഴടക്കാൻ വേണ്ടി ചെയ്തത്? അവരോട് സംസാരിച്ചു, നൃത്തം ചെയ്തു, പിന്നെ അമ്മ ഉൾപ്പെടെ മറ്റ് ഗായകരെ അനുകരിച്ച് കാണിച്ചു. और अपनी माँ सहित कई गायकों की नकल उतारी. देखिए ये चार्ली ने क्या क्या किया. उसने दर्शकों से बातचीत की. बातचीत करना माने क्या है? बातचीत करना, ബാത്ചീത് കർണ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? വാർത്താലാപ് കർണ. വാർത്താലാപ് സംഭാഷണം, അവരോട് സംസാരിച്ചു. वार्तालाप करना. तो चार्ली ने दर्शकों से वार्तालाप किया. കാണികളെ കയ്യിലെടുക്കുവാനുള്ള ഒരു നല്ല വിദ്യയല്ലേ ഇത്. ചാർലി അവരോട് നന്നായി സംസാരിച്ചു. फिर उसने क्या किया? उसने नृत्य किया. उसने अच्छी तरह नृत्य പിന്നീട് എന്താണ് ചാർലി ചെയ്തത്? നന്നായിട്ട് നൃത്തം ചെയ്തു അല്ലേ? किया. अच्छा नाच दिखाया.
चार्ली ने आगे क्या किया? പിന്നീട് എന്ത് ചെയ്തു? उसने अपनी माँ सहित कई गायों की नकल उतारी. नकल का अर्थ क्या है? നക്കലിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അനുകരണം എന്നുള്ള അർത്ഥമാണ്. नकल, अनुकरणम, इमिटेशन. तो नकल उतारना क्या है? बता सकते हैं क्या? നക്കൽ ഉദാഹരണ അനുകരിക്കുക, ടു ഇമിറ്റേറ്റ്. ചാർലിയുടെ അമ്മയും കലാകാരിയല്ലേ? അവൻ തൻ്റെ അമ്മയെയും മറ്റു ചില ഗായകരെയും അനുകരിച്ച് പ്രദർശനം നടത്തി. കാണികൾ ഇതിനേക്കാൾ ഏറെ ഇഷ്ടപ്പെട്ടത്, ഏറെ രസിച്ചത് ഏതാണെന്ന് നോക്കിയാലോ. ആകെ का पाठ वाक देखे. मासूमियत में उसने थोड़ी देर पहले फटी माँ की आवाज और उसके फुसफुसाने की भी नकल उतार दी. അപ്പോൾ ചാർലി എന്താണ് ചെയ്തത്? മാസൂമിയത് മേ. മാസൂമി എന്ന് പറഞ്ഞാൽ നിഷ്കളങ്ക അല്ലേ? നിഷ്കളങ്കനായ ചാർലി ഓരോ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഡാൻസ് ചെയ്യുന്നു, ഇമിറ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പം നിഷ്കളങ്കനായ ചാർലി എന്ത് ചെയ്തു? കുറച്ച് മുമ്പ് അവിടെ നടന്നൊരു സംഭവം അവരെ അനുകരിച്ച് കാണിച്ചു. അതെന്താണ്? തൻ്റെ അമ്മയുടെ ശബ്ദമിടറുന്ന ആ രംഗവും അവിടെ അനുകരിച്ചു. ഇത് കണ്ട ആളുകൾ എന്താണ് ചെയ്തതെന്ന് നോക്കാം. लोगों में ठहाकों की हिस्सेदारी हुई और स्टेज पर जमकर पैसे बरसे. ഇത് കണ്ടിരുന്ന ആളുകൾ ഒന്നിച്ചിരുന്ന് കൂട്ടമായിട്ട് ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ചാർലി അഭിനന്ദിക്കുന്ന എന്ന വണ്ണം അവിടേക്ക് സ്റ്റേജിലേക്ക് പൈസ വാരി എറിയാൻ തുടങ്ങി. തുടർന്ന് ചാർലി എന്തിനെയാണ് അനുകരിച്ചതെന്ന് പറയാമോ? മാസൂമിയത് में उसने थोड़ी देर पहले फटी माँ की आवाज और उसके फुसफुसाने की भी नकल उतार दी. मासूमियत का अर्थ क्या है? मासूमियत का अर्थ निष्कलंकता, इनसेंस. मासूमियत में उसने क्या किया? നിഷ്കളങ്കതയോടെ ചാർലി എന്താണ് ചെയ്തത്? थोड़ी देर पहले फटी माँ की आवाज और उसके फुसफुसाने की भी नकल उतार दी. उसने अत्यंत सहज भाव से अपनी माँ की फटी आवाज का अनुकरण किया. കുട്ടികളെ, ഇതല്ലേ നൈസർഗികമായ കഴിവ്? അല്പം മുമ്പ് തൻ്റെ അമ്മയ്ക്കുണ്ടായ ദുരവസ്ഥ, ശബ്ദമിടറി അമ്മയ്ക്ക് കലാപ്രകടനം നടത്തുവാൻ കഴിയാതെ വന്നതിൻ്റെ വേദന ഉള്ളിലൊതുക്കി അവൻ അതിനെ ചിരിയിൽ പൊതിഞ്ഞ് കാണികളുടെ മുന്നിൽ സരസമായി, നിഷ്കളങ്കമായി അവതരിപ്പിച്ചു. इसकी क्या प्रतिक्रिया हुई होगी? लोगों में ठहाकों की हिस्सेदारी हुई और स्टेज पर അവൻ അങ്ങനെ ചെയ്തപ്പം ആളുകൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? जमकर पैसे बरसे. लोगों में ठहाकों की हिस्सेदारी हुई. इसका मतलब क्या है? ठहाका माने क्या है? ठहाका പൊട്ടിച്ചിരി. ടഹാക്ക എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിയാണ്. അപ്പോൾ ആളുകൾ ഒന്നിച്ച് പൊട്ടിച്ചിരിച്ചു ചാർലിയുടെ ഈ ഇമിറ്റേഷൻ കണ്ടപ്പോൾ, അമ്മയെ ഇങ്ങനെ അനുകരിക്കുന്ന കണ്ടപ്പോഴല്ലേ? A loud laugh. हिस्सेदारी का अर्थ क्या है? हिस्सेदारी पंगाളിത്തം, शेयरिंग. तो लोगों में ठहाकों की हिस्सेदारी हुई. इसका मतलब क्या है? അപ്പോൾ ആളുകൾ എന്താണ്? ഒന്നിച്ച് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. बताइए. लोग मिलकर जोर से हंसने लगे. കാണികൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക മാത്രമാണോ ചെയ്തത്? അവർ സ്റ്റേജിലേക്ക് പൈസ വാരി എറിഞ്ഞു. देखिए, लोगों में ठहाकों की हिस्सेदारी हुई और स्टेज पर जमकर पैसे बरसे. അന്നത്തെ രീതി അനുസരിച്ച് കാണികൾ സ്റ്റേജിലേക്ക് പൈസ വാരി എറിഞ്ഞ് ആ കൊച്ചു കലാകാരനെ അഭിനന്ദിച്ചു. अब हम आगे का पाठ वाक देख ले. अंत में माँ जब उसे लेने आई तो दर्शकों ने देर तक खड़े होकर तालियां बजाई. അപ്പോൾ അവസാനം എന്താ സംഭവിച്ചത്? അമ്മ അവനെ വിളിക്കാൻ വന്നപ്പോൾ, അവർക്ക് പോകാൻ ടൈമായി, അപ്പോൾ അവനെ വിളിക്കാൻ വന്നപ്പോൾ അവിടെ കൂടിയിരുന്ന കാണികൾ എന്ത് ചെയ്തു? കുറേ നേരം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. कई लोगों ने माँ से हाथ मिलाकर उसके छोटे बच्चे की तारीफ की. കുറേ ആളുകൾ അമ്മയുടെ കൈ പിടിച്ച് ആ മകനെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. നിങ്ങൾക്ക് നല്ലൊരു മകനെയാണ് കിട്ടിയത്, അങ്ങനെയൊക്കെ പുകഴ്ത്തി പറഞ്ഞു കാണും അല്ലേ? താരിഫ് കി, പുകഴ്ത്തി പറയുക എന്നുള്ള അർത്ഥമാണ്. ചാർലിയുടെ സ്റ്റേജ് ഷോ അവസാനിച്ചു. അമ്മ അവനെ കൂട്ടിക്കൊണ്ട് പോകുവാനായി സ്റ്റേജിലേക്ക് വന്നു. अंत में
माँ अपने बेटे को लेने के लिए स्टेज पर आई। तब दर्शकों ने क्या किया? दर्शक देर तक അമ്മ മകനെ സ്റ്റേജിൽ വിളിക്കാൻ വന്നപ്പം കാണികൾ എന്താണ് ചെയ്തത്? खड़े होकर तालियां बजाने लगे। ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തുടങ്ങി അല്ലേ? കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് സ്നേഹവും അഭിനന്ദനവും പ്രകടിപ്പിച്ചു. उसके बाद वे क्या करने लगे? देखिए, അതിനുശേഷം അവരെന്താണ് ചെയ്തത്? लोगों ने माँ से हाथ मिलाकर उसके छोटे बच्चे की तारीफ की. तारीफ करना माने क्या है? പ്രശംസിച്ചു. തൻ്റെ മകൻ എന്താണ് അമ്മയുടെ കൈ പിടിച്ചിട്ട് കുറേ ആളുകൾ ചാർലിയെ പ്രശംസിച്ച് പറഞ്ഞു. तारीफ करना, प्रशंसा करना. तो कई लोगों ने क्या किया? माँ से हाथ मिलाकर चार्ली की प्रशंसा की. കാണികൾ അമ്മയും മകനെയും ഒരുപോലെ അഭിനന്ദിച്ചു. തുടർന്ന് ചാർലിയുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു കാര്യമാണ് ലേഖകൻ വളരെ ഹൃദയസ്പർശിയായി പറയുന്നത്. देखिए बच्चों, कलाकार के रूप में चार्ली के आगे की जिंदगी को लेखक कैसे सूचित करते हैं? കലാകാരനായ ചാർലിയുടെ മുൻപോട്ടുള്ള ജീവിതത്തെപ്പറ്റി ലേഖകൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. चार्ली स्टेज पर पहली बार आया और माँ आखिरी बार. ചാർലി സ്റ്റേജിലേക്ക് ആദ്യമായി എത്തി, അമ്മയോ അവസാനമായിട്ടും. हम देख चुके हैं कि 5 साल के चार्ली का ये पहला प्रदर्शन था. लेकिन ये भी देखिए, हम चार्ली की माँ के बारे में क्या कहा गया है? അപ്പം നമ്മൾ കണ്ടു 5 വയസ്സുകാരൻ ചാർലിയുടെ ആദ്യത്തെ പ്രകടനമായിരുന്നു അന്ന് സ്റ്റേജിലല്ലേ? പക്ഷേ ചാർലിയുടെ അമ്മയുടെയോ? यहाँ चार्ली की माँ आखिरी बार स्टेज पर आई. ചാർലിയുടെ അമ്മ അന്ന് അവസാനമായിട്ടാണ് സ്റ്റേജിൽ വന്നത്. आखिरी का अर्थ क्या है? आखिरी अवसानते, लास्ट. तो उस दिन चार्ली पहली बार स्टेज पर आया और चार्ली की माँ अंतिम बार स्टेज पर आई. അപ്പോൾ ആ ദിനം ചാർലി ആദ്യമായി സ്റ്റേജിൽ വന്ന ദിവസം അല്ലേ? അന്ന് ചാർലിയുടെ അമ്മയുടെ സ്റ്റേജിൽ അവസാനത്തെ ദിവസവുമായിരുന്നു. പിന്നീട് ഒരിക്കലും ചാർലിയുടെ അമ്മയ്ക്ക് കലാപ്രദർശനം നടത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് ചാർലി തന്റെ അസാമാന്യ പ്രതിഭയിലൂടെ ഈ ലോകം തന്നെ കീഴടക്കുകയായിരുന്നു. देखिए, यही बात यहाँ लेखक भी कैसे कहते हैं? दुनिया के सबसे बड़े शोमैन का ये पहला शो था. അപ്പം ലേഖകൻ എന്താണ് പറയുന്നത്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോമാൻ, ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോമാൻ്റെ ഒന്നാമത്തെ ഷോ ആയിരുന്നു ഇത്. ആ സ്റ്റേജിൽ അന്ന് 5 വയസ്സിൽ കാഴ്ചവെച്ചതായിരുന്നു ഒന്നാമത്തെ ഷോ, പെഹല ഷോ. यहाँ लेखक ने चार्ली को क्या कहा है? दुनिया का सबसे बड़ा शोमैन. ഇവിടെ ലേഖകൻ ചാർലിയെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാൻ എന്നല്ലേ? കുട്ടികളെ, ചാർലിയുടെ സിനിമകൾ കണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ പറഞ്ഞതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ലേഖനങ്ങളും വായിക്കുവാൻ മറക്കേണ്ട. അപ്പോൾ ലേഖകൻ തുടർന്ന് പറയുന്നത് ശരിയാണോ എന്ന് നമുക്ക് സ്വയം ബോധ്യമാകും. देखिए बच्चों, अंत में लेखक क्या कहते हैं? उसने जन्म ले लिया था. അദ്ദേഹം ജന്മം എടുത്തിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. यहाँ आपकी पाठ्य पुस्तक में एक प्रश्न है, जरा देखें. उसने जन्म ले. ഇപ്പോൾ ഒരു കലാകാരൻ്റെ ജന്മമായിരിക്കും അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ? എന്തായാലും നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഉസ്നെ ജന്മ ലേ ലിയാത്ത ഇസ്കാ ക്യാ മത്ലബ് ഹേ? അയാൾ ജനിച്ചിരിക്കുന്നു എന്നുള്ള അവിടെ ആ പറയുന്ന വാക്യത്തിന് എന്തർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്? ചാർലി എന്ന കലാകാരൻ്റെ ജന്മം അവിടെ ആ സ്റ്റേജിൽ അന്ന് ഉടലെടുക്കുകയായിരുന്നു അല്ലേ? അതിനെപ്പറ്റിയായിരിക്കാം പറയുന്നത്. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരവെഴുതുവാൻ കഴിയും. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. देखिए कि इन प्रश्नों के उत्तर आप जानते हैं या नहीं? तो पहला प्रश्न सुनिए. चार्ली को पहली बार स्टेज पर जाने का अवसर कैसे मिल गया? ചാർലിക്ക് ആദ്യമായിട്ട് സ്റ്റേജിൽ പോകാനുള്ള അവസരം എങ്ങനെയാണ് കിട്ടിയത്? ഇതിന്റെ ഉത്തരം നിങ്ങൾക്കറിയാം. സരാ ഏക് ഏക് കർക്കെ ബതായിയേ. ചാർലി ആദ്യമായി സ്റ്റേജിൽ പോകാനുള്ള കാരണങ്ങളാണ് ഇവിടെ പോയിന്റായിട്ട് എഴുതിയിരിക്കുന്നത്.
ഫസ്റ്റ് പോയിന്റ് എന്താണ്? ചാർലി കി മാ ഏക് തിയേറ്റർ മേ ഗീത് ഗാ രഹി തി. ചാർലിയുടെ അമ്മ ഒരു തിയേറ്ററിൽ പാട്ട് പാടുകയായിരുന്നു. അചാനക് ഉസ്കി ആവാസ് ഫട്ട് ഗയി. പെട്ടെന്ന് അമ്മയുടെ ശബ്ദം നഷ്ടമായി. ദർശക് ഷോർ മച്ചാനെ ലഗെ. അവിടെ വന്നിരുന്ന കാണികൾ ബഹളം വെക്കാൻ തുടങ്ങി. ചാർലി കി മാ കോ സ്റ്റേജ് ഛോഡ്ന പട. അങ്ങനെ ചാർലിയുടെ അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. മാനേജർ 5 സാൽ കെ ചാർലി കോ സ്റ്റേജ് പർ ലേ ഗയ. 5 വയസ്സുള്ള ചാർലിയെ മാനേജർ സ്റ്റേജിലേക്ക് അയച്ചു. ക്യോങ്കി മാനേജർ ഇസ്കെ പെഹ്ലെ ഹി ചാർലി കാ അഭിനയ ദേഖാത്ത. അപ്പം എന്താണ്, ഇതിനു മുമ്പും ചാർലിയുടെ അഭിനയം മാനേജർ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ 5 വയസ്സുകാരൻ ചാർലിയെ സ്റ്റേജിലേക്ക് അയച്ചു. അങ്ങനെ ചാർലിക്ക് ജീവിതത്തിൽ ആദ്യമായി സ്റ്റേജിൽ ഒരു കലാപ്രകടനം നടത്തുവാനുള്ള അവസരം കിട്ടി. സ്റ്റേജ് पर चार्ली का प्रदर्शन कैसा था? സ്റ്റേജിൽ ചാർലിയുടെ പ്രകടനം എങ്ങനെയായിരുന്നു? ചാർലി സ്റ്റേജ് പർ പെഹ്ലി ബാർ ആയാത്ത. ആദ്യമായിട്ടായിരുന്നു ചാർലി സ്റ്റേജിൽ കയറുന്നത് അല്ലേ? ഉസ്നെ അച്ഛാ പ്രദർശൻ കിയ. ചാർലി വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചു. ഉസ്നെ ഗീത് ഗായ. പാട്ടുപാടി. അപ്നി മാ സഹിത് കൈ കലാകാരോ കാ അനുകരൺ കിയ. അമ്മ ഉൾപ്പെടെ മറ്റു പല ഗായകന്മാരുടെ അനുകരണം ചെയ്തു. കണ്ടപ്പോൾ കാണികളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? സ്റ്റേജ് അപ്പോൾ ചാർലിയുടെ പ്രകടനം കണ്ടപ്പോൾ ആളുകളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? സ്റ്റേജ് പർ പേസെ ബർസാനെ ലഗെ. ചാർലിയുടെ പ്രകടനം അവർക്ക് ഇഷ്ടമായി അല്ലേ? അതുകൊണ്ട് തന്നെ സ്റ്റേജിലേക്ക് പണം വാരി എറിയാൻ തുടങ്ങി. ദർശകോനെ കടേ ഹോക്കർ താലിയാൻ ബജായി. എല്ലാ കാണികളും അവസാനം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാനും തുടങ്ങി. ഇപ്പോൾ നിങ്ങൾക്കും എന്ത് തോന്നുന്നു? दुनिया के सबसे बड़े शोमैन का यहाँ जन्म हुआ था. അപ്പം കുട്ടികൾ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണിത്. ദുനിയാക്ക സബ്സെ ബഡേ ഷോമാൻ കാ യഹാൻ ജന്മ ഹുവാത്ത. ഇങ്ങനെയാണ് ആ സ്റ്റേജിൽ അന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഷോമാൻ്റെ ജന്മം എടുത്തത്. अब आप इस प्रश्न का उत्तर जरूर लिख सकते हैं. നിങ്ങൾക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ സാധിക്കുന്നതാണ്. प्रश्न एक और बार देखिए. उसने जन्म. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഉസ്നെ ജന്മ ലേ ലിയാത്ത ഇസ്കാ ക്യാ മത്ലബ് ഹെ. ഇതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് ഉസ്നെ ജന്മ ലേ ലിയാത്ത എന്ന് നമ്മുടെ ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. കാരണം മനസ്സിലായല്ലോ? കുട്ടികളെ, അന്ന് നടന്ന ഈ സംഭവം അന്നത്തെ പത്രമാധ്യമങ്ങളിൽ വന്നു കാണില്ലേ? നമുക്ക് അത്തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നോക്കിയാലോ? आपकी पाठ्यपुस्तक का प्रश्न जरा देखें. दुनिया. അപ്പോൾ അന്നത്തെ പത്രവാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഇതാണ്, ദുനിയാക്കെ സബ്സെ ബഡേ ഷോമാൻ കാ യഹ് പെഹ്ലാ ഷോ താ. ഇസ് ഘടന പർ ഏക് റിപ്പോർട്ട് തയ്യാർ കരേ. അപ്പം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഷോമാൻ്റെ ആദ്യത്തെ പ്രദർശനമായിരുന്നു ഇത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ടോപ്പിക്കിലാണ് നിങ്ങൾ ന്യൂസ് റിപ്പോർട്ട് റെഡിയാക്കേണ്ടത്. रिपोर्ट लिखने से पहले जरा इन प्रश्नों के उत्तर बताएं. അപ്പോൾ നിങ്ങൾ പത്രവാർത്ത എഴുതുന്നതിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് എഴുതാൻ എളുപ്പമായിരിക്കും. घटना कहाँ हुई थी? എവിടെയാണ് ഈ സംഭവം നടക്കുന്നത്? ഈ തിയേറ്ററൊക്കെ എവിടെയായിരുന്നു? लंदन के आल्डरशॉट नामक शहर में. അപ്പോൾ ലണ്ടനിലെ ആൾഡർഷോട്ട് നാമക് ഷഹർ, അങ്ങനെ ഒരു ആൾഡർഷോട്ട് എന്ന് പേരുള്ളൊരു നഗരത്തിലാണ് ഇത് നടക്കുന്നത്. लंदन के आल्डरशॉट नामक शहर के एक थिएटर में. देखा ना? ലണ്ടനിലെ ആൾഡർഷോട്ട് നാമക് നഗരത്തിലെ ഒരു തിയേറ്ററിലാണ് ഇത് സംഭവിച്ചത്. अब बताइए वहाँ कौन कौन थे? അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? चार्ली, चार्ली की माँ, मैनेजർ, ദർശക്. ചാർലിയും ചാർലിയുടെ അമ്മയും മാനേജർ ഉണ്ടായിരുന്നു, പിന്നെ കാണികളും. वहाँ क्या हो रहा था? അവിടെ എന്താണ് സംഭവിച്ചത്? ഇവരെല്ലാം അവിടെ എന്തിനാണ് ഒത്തുകൂടിയത്? ഇതിന് ഉത്തരം നിങ്ങൾക്ക് നിശ്ചയമായും എഴുതാൻ കഴിയും. तो बच्चों, रिपोर्ट लिखने से पहले हमें इस तरह के प्रश्नों के उत्तर जरूर ढूंढ निकालना है. അപ്പോൾ നിങ്ങളൊരു പത്രവാർത്ത എഴുതുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. അതായത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ആദ്യമായി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? റിപ്പോർട്ട് ക്യാ, കോൺ, കബ്, कैसे, कहाँ ആദി പ്രശ്നം. ഇപ്പോൾ റിപ്പോർട്ട് എഴുതുന്നതിന് മുമ്പ് എന്താണ് കാര്യം, ആരൊക്കെയാണ്, എവിടെ വെച്ച്, എങ്ങനെ,
കഹാം എവിടെയാണ്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടെത്തണം. उनके उत्तर देने लायक हो. അന്ന് ചാർലിയുടെ പ്രകടനം കണ്ടുകൊണ്ടിരുന്ന ഓരോ കാണികൾക്കും എന്ത് തോന്നിക്കാണും? കുട്ടികളെ, നിങ്ങൾ ആരെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയെക്കുറിച്ച് എന്ത് ചിന്തിച്ചിരിക്കും? ആലോചിച്ചു നോക്കൂ. എ ബാലക് കൽ ബഡാ ഷോമൻ ബൻ ജായേഗാ. ഈ കുട്ടി നാളെ വലിയ ഷോമാനായി മാറും. ठीक है ना? तो ये भी रपट की एक विशेषता है. रपट में लेखक का अपना दृष्टिकोण प्रकट हो. അപ്പം ഇത് റിപ്പോർട്ട്സിൽ നമ്മൾ ആ എഴുതുന്ന ആളുടെ എന്താണ് പോയിന്റ് ഓഫ് വ്യൂവും അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. तो बच्चों, रपट की एक और प्रमुख विशेषता क्या हो सकती? അപ്പം അതായത് എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാട് അതിൽ ആ റിപ്പോർട്ടിൽ പത്രവാർത്ത എഴുതുമ്പോഴാണെങ്കിലും ലേഖകൻ്റെ കാഴ്ചപ്പാട് അവിടെ ഉൾപ്പെടുത്തിയിരിക്കും. അപ്പം എന്തൊക്കെയാണ് ആ റിപ്പോർട്ടിൻ്റെ മറ്റൊരു വിശേഷത എന്താണ്? जरा सोच कर बताइए. നിങ്ങളൊന്ന് ചിന്തിച്ച് പറഞ്ഞേ. वही है, आकर्षक शीर्षक होना चाहिए. ആ റിപ്പോർട്ടിന് എന്താണ് വളരെ ആകർഷണീയമായിട്ടുള്ളൊരു തലക്കെട്ട് വേണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ലൊരു പത്ര റിപ്പോർട്ട് തയ്യാറാക്കാമോ? 5 വർഷീയ ബാലക് കാ കമാൽ മാ കി ഇസ്സത്ത് ബച് ഗയി. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ തലക്കെട്ടാണ് അധ്യാപകൻ ഇപ്പോൾ വായിച്ചത്. 5 വയസ്സുള്ള കുട്ടിയുടെ കഴിവ് അമ്മയുടെ അഭിമാനം സംരക്ഷിച്ചു എന്നാണ് തലക്കെട്ടിൽ പറയുന്നത്. എവിടെയാണ് സ്ഥലം എന്നുള്ളതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലണ്ടൻ എന്ന് എഴുതിയിട്ടുണ്ട്. लंदन. आज आल्डरशॉट शहर के थिएटर में एक प्रदर्शन चल रहा था. ഇന്ന് ആൽഡർഷോട്ടിലുള്ള ഒരു തിയേറ്ററിൽ ഒരു പ്രദർശനം നടക്കുകയായിരുന്നു. वहाँ हेन्ना चापलिन गीत गा रही थी. അവിടെ ഹെന്ന ചാപ്ലിൻ പാട്ട് പാടുകയായിരുന്നു. अचानक उसकी आवाज फट गई. പെട്ടെന്ന് അവരുടെ ശബ്ദം നിലച്ചുപോയി. दर्शकों के शोर से उसे स्टेज छोड़ना पड़ा. ആളുകളുടെ ബഹളം കാരണം അവർക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. उसके स्थान पर 5 साल का उसका बेटा चार्ली स्टेज पर आ गया. അവർക്ക് പകരം 5 വയസ്സുള്ള അവരുടെ മകനായ ചാർലി സ്റ്റേജിലെത്തി. उसने बहुत ही अच्छा प्रदर्शन किया. ചാർലി വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചു. दर्शक खड़े होकर तालियां बजाने लगे. ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തുടങ്ങി. इसमें कोई संदेह नहीं कि ये बालक कल बड़ा शोमन बन जाएगा. ഈ കുട്ടി നാളെ വലിയൊരു ഷോമാനായി മാറുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇതൊരു ഉദാഹരണം മാത്രം. ഇതിനേക്കാൾ മികച്ച റിപ്പോർട്ട് തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകരെ കാണിക്കുവാൻ മറക്കേണ്ട. കുട്ടികളെ, ആ ദിവസം ചാർലിയുടെ അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊരു ചോദ്യം കൂടി നോക്കിയാലോ? उस दिन चार्ली की माँ के ख्वाब विचार क्या क्या होंगे? मान ले चार्ली की माँ ने उस दिन डायरी लिखी. उसने डायरी में क्या क्या लिखा होगा? അപ്പോൾ അന്നത്തെ ദിവസം ചാർലിയുടെ അമ്മ എന്ത് മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോയത്? അന്ന് അമ്മ ഡയറി എഴുതിയെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ എന്തൊക്കെയായിരിക്കും എഴുതിയിരിക്കുന്നത്? बच्चों, डायरी की मुख्य विशेषताएं क्या क्या है? അപ്പോൾ ഡയറിയുടെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? जरा बताइए. डायरी में तारीख होनी चाहिए. ഡയറിയിൽ ഡേറ്റ് എന്തായാലും വേണം അല്ലേ? अच्छा, फिर डायरी आत्मनिष्ठ भाषा में लिखी जाती है. ഡയറിയിൽ ആത്മനിഷ്ഠമായ ഭാഷ, അതായത് ഞാൻ, എൻ്റെ എന്നുള്ള ആത്മനിഷ്ഠമായിട്ടുള്ള ഭാഷ ശൈലിയായിരിക്കണം ഉപയോഗിച്ചിരിക്കുന്നത്. ഡയറി എഴുതുമ്പോൾ പിന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം? കാര്യങ്ങൾ സ്വാഭാവികമായി അവതരിപ്പിക്കണം. പ്രധാന സന്ദർഭങ്ങളും അവയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഭാവവിചാരങ്ങളും ഉണ്ടാകണം. സ്ഥലത്തിന് പ്രാധാന്യമുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാം. तो हम चार्ली की माँ की डायरी की एक रूपरेखा देखें. ഡയറിയുടെ ഒരു രൂപരേഖ ഇവിടെ കൊടുത്തിട്ടുണ്ട്. तारीख മുകളിൽ തന്നെ താരിഖ്, അവിടെ ഡേറ്റ്. मेरे लिए दुख का दिन था. ഇന്ന് എനിക്ക് ദുഃഖം നിറഞ്ഞൊരു ദിവസമായിരുന്നു. ये आश्चर्य और हर्ष का भी. കൂടാതെ अब എന്താണ് ആശ്ചര്യവും സന്തോഷവും നിറഞ്ഞൊരു ദിവസമായിരുന്നല്ലേ അന്ന്. അമ്മയ്ക്ക് വളരെയധികം ദുഃഖം നിറഞ്ഞ ദിവസമായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ മകൻ്റെ കഴിവ് കണ്ടെത്തിയതിലുള്ള ആശ്ചര്യവും നിറഞ്ഞ ദിവസമായിരുന്നു. അങ്ങനെയാണ് ഡയറി എഴുതി തുടങ്ങിയിരിക്കുന്നത്. पढ़ित भाग का बार बार वाचन करें. चार्ली की माँ की उस दिन की डायरी लिखे. अपने अध्यापक या अध्यापिका को दिखाए. अगली कक्षा में അപ്പം ചാർലിയുടെ അമ്മയുടെ ഡയറി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക.
നിങ്ങളുടെ അധ്യാപകരെ എന്നിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനലിലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്